ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഒരുപാട് പ്രയോജനപ്പെടാൻ സാധ്യതയുള്ള ഒരു കടലക്കറിയുടെ പ്രീമിക്സ് റെസിപ്പിയാണ് കാണിക്കുന്നത്. 1 കിലോയുടെ അളവാണ് ഞാനിപ്പം എടുക്കുന്നത് 1 കിലോ കടലക്കറി ഉണ്ടാക്കാനായിട്ട്. അതായത് നിങ്ങൾക്ക് 1/4 കിലോ വെച്ചിട്ട് 4 പ്രാവശ്യം ഉണ്ടാക്കാനുള്ള അരപ്പാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് പകുതി എടുത്തിട്ട്, അതായത് 1/2 കിലോ, ഇപ്പം ഞാൻ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അതായത് 1/4 കിലോ വെച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് ഇപ്പം ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടല്ലോ. 1/4 കിലോ കടലക്കറി 1/4 കിലോ ഇൻറ്റു 4 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് 1/4 കിലോ വെച്ചിട്ട് 4 പ്രാവശ്യം. ഇതിൽ നിന്ന് ഒരു പകുതി എടുത്തിട്ട് ഞാൻ കടലക്കറി ഉണ്ടാക്കാൻ പോവുകയാണേ. ഇവിടെ വീട്ടിൽ കടലക്കറി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് തേങ്ങാക്കൊത്ത് ഇടുന്നത് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യണേ. തേങ്ങാക്കൊത്ത് വെറുതെ തന്നെ ഇടാം, കഷ്ണങ്ങളാക്കി ഇടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് കുറേ കൂടെ ടേസ്റ്റാണ്. കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് കുറച്ച് 2 പിടി തേങ്ങാക്കൊത്ത് എടുത്തിട്ട് അത് ആദ്യം ഒന്ന് കുക്ക് ചെയ്യുക. അതിൻ്റെ വെള്ളം വറ്റുമ്പോഴേക്ക് അതിന് നടുക്കോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒഴിക്കുക. ഞാൻ സാധാരണ കടലക്കറി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാനായിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. എന്നിട്ട് അതിനകത്ത് കിടന്ന്, ആ എണ്ണയ്ക്കകത്ത് കിടന്ന് ആ തേങ്ങാക്കൊത്ത് ഒന്നുകൂടെ ഒന്ന് മൂക്കുമ്പോഴേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ല, നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ അങ്ങ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്താലും മതി. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ റെസിപ്പിയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ പോയി ബാക്കി റെസിപ്പികളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ. നിങ്ങൾക്ക് പ്രയോജനമുള്ള ഒരുപാട് റെസിപ്പികളുണ്ട്. ഈ കടലക്കറിയുടെ ഈ പ്രീമിക്സ് ഇടുന്നത് പോലെ തന്നെ ഒരുപാട് പ്രീമിക്സുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ 1/2 കിലോ കറുത്ത കടല ഞാൻ ഒരു ദിവസം തലേന്ന് തന്നെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് നന്നായിട്ട് കഴുകി എടുത്തതാണ്. ആ 1/2 കിലോ കടലയും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട് നമുക്കിതിനകത്ത്. 2 കാര്യങ്ങൾ. ഉപ്പും ഒരു 2-3 സവാള അരിഞ്ഞതും കൂടെ. 2 ആയാലും മതി, പക്ഷേ 3 ഇട്ടാൽ കുറച്ചുകൂടെ നല്ലതാണ്. ഉള്ളിയൊക്കെ ഇരിച്ചിട്ട് നന്നായിട്ട് വരുമ്പോൾ കുറേ കൂടെ നല്ല ടേസ്റ്റ് അല്ലേ. ഞാൻ 3 സവാള ഉള്ളി ഇട്ടിട്ടുണ്ട്. 1.5 ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണേ. ഇതിപ്പം ഞാൻ അരപ്പുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതായത് 1 കിലോ കടലക്കറിക്കുള്ള പ്രീമിക്സാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ആ പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പും അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ, അതായത് 1/2 കപ്പിൽ നിന്നും 2 ടേബിൾ സ്പൂൺ കുറവ് എണ്ണ എടുത്തിട്ടുണ്ട്. കാരണം കുറച്ച് കൂടുതൽ എണ്ണ എടുത്തിട്ടുണ്ട്. കാരണം ഈ അരപ്പ് നമുക്ക് കുറച്ച് വെച്ചേക്കാനുള്ളതല്ലേ, അപ്പം നന്നായിട്ട് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ അതിലേക്ക് ഇട്ടത് ഒരു 2-3 വറ്റൽമുളക് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 5-8 തണ്ട് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. സാമാന്യം വലിപ്പമുള്ള ഒരു 8 സവാള അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കനം കുറച്ചാണ് അരിഞ്ഞു കൊടുത്തിരിക്കുന്നത്. കാരണം കനം കുറച്ചത് അരിഞ്ഞത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലുള്ളൊരു ഗുണം അത്രയും പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. ഇപ്പം അതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇനി എനിക്കൊരു ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ശരിക്കും അതിൻ്റെ ഫുള്ളായിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഒരു വീഡിയോയും കൂടെ ഞാൻ സമയമുള്ളപ്പോൾ ഇടാമേ. കാരണം ഞാനിത് വഴറ്റി കഴിഞ്ഞിട്ട് ഉള്ളി ഈ ഒരു പരുവം വരെ വഴറ്റുന്നത് വരെ കറക്റ്റാണ്. അതിനകത്തോട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിടുന്നതും പൊടികളിടുന്നതും ഞാൻ ക്യാമറ ഓൺ ആക്കിയെന്ന് വിചാരിച്ച് ചെയ്തു. പക്ഷേ ക്യാമറ ഓൺ ആയില്ലായിരുന്നു. ഉള്ളി ആ ഒരു പരുവം വരെ വഴറ്റി കഴിയുമ്പോഴേക്ക് നിങ്ങൾ അതിനകത്തോട്ട് ചേർക്കേണ്ടത് 20 അല്ലി വെളുത്തുള്ളി ചതച്ചതും 1 ഇഞ്ചിൻ്റെ ഒരു 4 കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് വേണം അതിനകത്തോട്ട് പൊടികൾ ഇടാനായിട്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി ഒരു 3.5 ടേബിൾ സ്പൂണും മല്ലിപ്പൊടി ഒരു 4.5 ടേബിൾ സ്പൂണും കുരുമുളക് പൊടി 1 ടീസ്പൂണും മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ് ഗരം മസാല 2 ടീസ്പൂണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിൻ്റെ പച്ചച്ചവ മാറിക്കഴിഞ്ഞിട്ടേ പൊടികളിട്ട് കൊടുക്കാവുള്ളേ. അത് ആദ്യം വെറുതെ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ വെറുതെ ഒന്ന് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട്, എപ്പോഴും എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ ഒരു 2-3 പ്രാവശ്യം ഈ വഴറ്റി തീരുന്നതിനിടയ്ക്ക് വെള്ളം തളിച്ച് കൊടുക്കും. കുറച്ചൊന്ന് വെള്ളം തളിച്ച് കൊടുക്കും. എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് നല്ലതായിട്ടൊന്ന് നിരത്തിയിട്ട് കൊടുക്കും. പിന്നെയും അതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് പോയി ഡ്രൈ ആയി കഴിയുമ്പോൾ വീണ്ടും കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കും. അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും പൊടി മൂത്ത് പോകത്തുമില്ല. കുറച്ച് നേരം കൂടെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാനും പറ്റും. ഇത് ആവശ്യത്തിന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട്, വളരെ നന്നായിട്ട് ഫാനിൻ്റെ അടിയിൽ നിരത്തി വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡിസ്പോസിബിൾ പാത്രത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ നല്ല സ്ക്വയറായിട്ടുള്ള പാത്രമാണെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാണ്.
ഇപ്പം നമുക്ക് 1/4 കിലോ വെച്ചിട്ട് 4 പ്രാവശ്യമാണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയുടെ ആദ്യം തന്നെ കണ്ടല്ലോ. അപ്പം 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് അടച്ച് ഫ്രീസറിൽ അങ്ങ് വെക്കുക. ഫ്രിഡ്ജിലല്ല വെക്കേണ്ടത്, ഫ്രീസറിലാണ് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം കാണിച്ചതുപോലെ കടലക്കറിക്ക് ഉള്ള തേങ്ങാക്കൊത്തും ഉള്ളിയും ഉപ്പും ഇട്ട് കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിനകത്ത് വെള്ളം ബാക്കി ഉണ്ടാകുമല്ലോ കടലക്കറിയുടെ. അപ്പം ആ കടലക്കറിയിലേക്ക് നമുക്ക് 1/4 കിലോ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗം എടുത്ത് ഇടുക. ഞാൻ 1/2 കിലോ കടല വെച്ചിട്ടല്ലേ ഞാനിപ്പോൾ കറി ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇതിൻ്റെ 2 പോർഷൻ എടുത്തിട്ട് ആ കടല കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഇട്ട് നമ്മൾ ആവശ്യത്തിന് ചെറിയ തീയിലിട്ടൊന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറി ഈസി ആയിട്ട് റെഡിയായി. നമുക്ക് ഗസ്റ്റ് ഉള്ളപ്പോഴോ നമ്മൾ ബിസി ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്തോ വല്ലതും നമുക്കത് വളരെ പ്രയോജനപ്പെടുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് പുറത്ത് കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഉണ്ടാക്കി കൊടുത്തയക്കാനൊക്കെ ഒരു 2 പേരും ജോലി ചെയ്യുന്നതാണെങ്കിൽ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ നേരത്തെ ചെയ്ത് വെച്ചാൽ. അപ്പം നമുക്ക് കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക്